ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് എന്താണ് നമ്മൾ എക്കണോമിക്സ് ക്ലാസ് ആണല്ലോ എടുക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ 1 അതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലെ? നിങ്ങൾ എല്ലാവരും അത് എന്ത് ചെയ്തു, ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ചാപ്റ്ററിൽ നിന്ന്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മൈക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിലെ 5 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കുക, ഇതാണ് നമ്മുടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഒന്ന് വായിച്ചു നോക്കിയേ. എക്സ്പ്ലെയിൻ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. നമ്മൾ ആദ്യമായിട്ട് പഠിച്ചതല്ലേ, ആദ്യമായിട്ട് നമ്മൾ പഠിച്ച നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ്, എക്കണോമിയിലെ സെൻട്രൽ പ്രോബ്ലംസ്. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി. നമ്മൾ 3 ടൈപ്പ് ഓഫ് എക്കണോമീസ് പഠിച്ചു. അതിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കാണാറുള്ള 2 ടൈപ്പ് ഓഫ് ഡിഫറൻസുകളാണുള്ളത്. ഒന്നാമത്തെയാണ് നമ്മുടെ എക്കണോമീസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെയാണ് ഈ നമ്മുടെ മൈക്രോയും മാക്രോയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്തതാണ് PPC വരച്ചിട്ട് അതിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. നമ്മൾ 3 പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇല്ലേ, അതെന്താ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസുമായി ബേസ് ചെയ്തുകൊണ്ട് 3 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിച്ച് ആർ ദ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. 3 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകളെയാണ് എന്ത് പറയുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാ അല്ലെ. അതിന്റെ ആ ഒരു റിവാർഡ്സ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കിയേ, എക്സ്പ്ലെയിൻ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഒരു എക്കണോമിയിലെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2 രീതിയിൽ ചോദിക്കാം. 3 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, 3 മാർക്കിന് ചോദിച്ചാലും 5 മാർക്കിന് ചോദിച്ചാലും എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെ. എങ്ങനെയൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെ. 3 മാർക്കിന് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ചൊരു എക്സ്പ്ലനേഷൻ, ഒരു 1-2 സെന്റൻസ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 5 മാർക്കിനാവുമ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫുൾ ആയിട്ട് 5 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. നമ്മൾ 3 ടൈപ്പ് ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ആണ് പഠിച്ചിട്ടുള്ളത്. ആദ്യത്തെ എന്താണ്, വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലെ, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഒരു എക്കണോമിയിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് തീരുമാനിക്കണം, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഓക്കെ, നമ്മുടെ എക്കണോമിക്ക് എന്ത് ആവശ്യമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് thousands of goods and services അല്ലെ. എവരി എക്കണോമി നീഡ്സ് thousands of goods and services. അതുപോലെ തന്നെ നമ്മൾ വേറൊരു വേർഡ് കൂടി പറയുന്നുണ്ട്, എന്ത്, സിൻസ് റിസോഴ്സസ് ആർ സ്കാർസ്. അതായത് റിസോഴ്സസ് എന്താണ്, സ്കാർസ് ആണ്. വേണ്ടത്ര രീതിയിൽ എന്തില്ല, നമുക്ക് റിസോഴ്സസ് ഇല്ല. ഇറ്റ് ഹാസ് ടു ഡിസൈഡ്. എന്ത് ഡിസൈഡ് ചെയ്യണം, നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിന്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയില്. ഓക്കെ, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയില്. ഓരോ എക്കണോമിക്ക് ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് തീരുമാനിക്കണം, എക്കണോമിയില് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയില്, എത്ര അളവിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമായിട്ട് തീരുമാനിക്കണം. ഓക്കെ, പിന്നത്തെ നമ്മുടെ സെൻട്രൽ പ്രോബ്ലം എന്താ പറഞ്ഞേക്കുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ് അല്ലെ. ഹൗ ടു പ്രൊഡ്യൂസ് എന്തുമായിട്ടാണ് മക്കളെ ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഏത് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടതെന്നാണ് ഇതിൽ പറയുക, ഹൗ ടു പ്രൊഡ്യൂസിൽ പറയേണ്ടത്. എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. നമ്മൾ 2 ടൈപ്പ് ഓഫ് ടെക്നോളജീസ് ആണ് പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ ടെക്നോളജീസ്, ക്യാപിറ്റൽ ഇന്റൻസീവും ലേബർ ഇന്റൻസീവും. ഓക്കെ, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഉണ്ട്,
ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഉണ്ട്. എന്താണ് ഈ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മോർ ക്യാപിറ്റലും ലെസ് ലേബറും. മോർ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ടും ലെസ് ലേബർ യൂസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. ഇനി എന്താണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് മോർ ലേബർ. എന്താണ് മക്കൾ ഈ ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാല്? തൊഴിലാളികൾ അല്ലേ. അപ്പൊ കൂടുതൽ ലേബർ അഥവാ തൊഴിലാളികളെയും കുറച്ച് ക്യാപിറ്റൽ അഥവാ മൂലധനം യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇത് ലേബർ ഇന്റൻസീവ് ടെക്നോളജി. ഓക്കെ, അത് ഇതിൽ ഏത് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഈ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ഏത് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡക്ഷൻ നടത്തേണ്ടതെന്നാണ് ഏതിൽ പറയാ, ഈ ഹൗ ടു പ്രൊഡ്യൂസിൽ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് അല്ലെ? എക്കണോമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഓക്കെ, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പഠിച്ചു. എന്തൊക്കെ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചു. ഇതിന് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്താണ്? ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. എന്താണ്? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ വേണ്ട ആളുകൾക്ക് വേണ്ട രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് പറയുന്നത് ഈ ഫോർ ഹോം ടു പ്രൊഡ്യൂസിൽ പറയുന്നത്. ഓക്കെ, ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അത് വേണ്ട ആളുകൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാ ഫോർ ഹോം ടു പ്രൊഡ്യൂസിൽ പറയുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിവാർഡ്സ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താ പറയുന്നത്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി? നമ്മള് 3 ടൈപ്പ് ഓഫ് എക്കണോമീസ് ആണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, അതുപോലെ തന്നെ എന്താണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി, അതുപോലെ മിക്സഡ് എക്കണോമി അല്ലെ. 3 ടൈപ്പ് ഓഫ് എക്കണോമി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ നോക്കാൻ പോകുന്നത്. നോക്കുക, ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഓക്കെ, അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിയിലെ എല്ലാ ആക്ടിവിറ്റീസും ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, ഗവൺമെന്റിന്റെ നേതൃത്വത്തിലായിരിക്കും എന്ത് ചെയ്യുക എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കുക, എക്കണോമിക് പ്ലാനിങ്. ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത് എന്ത് വഴിയാണ്? എക്കണോമിക് പ്ലാനിങ് വഴിയാണ്. ഓക്കെ, എക്കണോമിക് പ്ലാനിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിലെ കാര്യങ്ങൾ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും? പ്ലാനിങ് കമ്മീഷനുകൾ ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയിൽ ഒരു പ്ലാനിങ് കമ്മീഷൻ ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്? നീതി ആയോഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഓക്കെ, അതുപോലെ പ്ലാനിങ് കമ്മീഷനുകൾ എന്ത് ചെയ്യും? ഒരു എക്കണോമിയിലെ കാര്യങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ഡിസൈഡ് ചെയ്യും. ഓക്കെ, അതെവിടെയുള്ള എങ്ങനെയുള്ള എക്കണോമിയിലാണ് നടക്കുക? നോക്കുക, സെൻട്രലി പ്ലാൻഡ് എക്കണോമി. എങ്ങനെയുള്ള എക്കണോമിയിലാണ്? സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിലാണ് ഇങ്ങനെയുള്ള എന്തുള്ളത്? എക്കണോമിക് പ്ലാനിങ് ഉള്ളത്. ഇനി അടുത്തത് നോക്കുക, എക്കണോമിക് ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. എന്താണ് ഈ എക്കണോമിക് ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്? ഓക്കെ, എന്താണ് ഈ എക്കണോമിക് ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്? സാമ്പത്തികപരമായിട്ടുള്ള തുല്യത അല്ലെ. എക്കണോമിയിൽ എല്ലാവർക്കും എന്ത് ചെയ്യുക? സാമ്പത്തികപരമായിട്ട് തുല്യത ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ മക്കളെ? അവസരം അല്ലെ. ഈക്വൽ ഓപ്പർച്യൂണിറ്റി അതായത് തുല്യമായിട്ടുള്ള അവസരം. എക്കണോമിയിലെ എല്ലാവർക്കും എന്ത് കൊടുക്കുക? തുല്യമായിട്ടുള്ള അവസരം കൊടുക്കുക. അതെവിടെയാണ് നടക്കുന്നത്? സെൻട്രലി പ്ലാൻഡ് എക്കണോമിയില്. അടുത്തത് സോഷ്യൽ വെൽഫെയർ. ഇവിടുത്തെ മോട്ടീവ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് എക്കണോമികളുടെ എയിം എന്ന് പറയുന്നത്, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ എന്തായിരിക്കും മക്കളെ? സോഷ്യൽ വെൽഫെയർ ആയിരിക്കും, സാമൂഹിക ക്ഷേമമായിരിക്കും അല്ലെ. സമൂഹത്തിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുക? വെൽഫെയർ കൊടുക്കുക, ക്ഷേമം കൊടുക്കുക. അതാണ് എവിടെ നടക്കുക? ഈ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ നടക്കുക. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ ഒരു പോയിന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബാക്കി 2 എക്കണോമിക്സിന്റെയും പഠിച്ചു വെക്കുക. ഏതാണ് നമുക്ക് ഫീച്ചേഴ്സ് ചോദിക്കാന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഏത് ക്വസ്റ്റ്യൻ ആണ്? ഈ പറയുന്ന സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി ആണ്. ഓക്കെ, എന്ന് വെച്ചിട്ട് നമ്മുടെ മറ്റേ ക്യാപിറ്റലിസ്റ്റും അതുപോലെ മിക്സഡ് എക്കണോമിയും ചോദിക്കൂല എന്നല്ലാട്ടോ. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ 3ാമത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കുക.
നമുക്ക് പോയിന്റ് ഓഫ് ഡിഫറൻസ് അഥവാ ബേസിസ് എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ട്. മൈക്രോ എക്കണോമിക്സിനെ പറ്റിയുണ്ട്, മാക്രോ എക്കണോമിക്സിനെ പറ്റിയുണ്ട്. ഇതിൽ ആദ്യം നോക്കുക പോയിന്റ് ഓഫ് ഡിഫറൻസ്. യൂണിറ്റ് ഓഫ് സ്റ്റഡി അതായത് പഠന മേഖല എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? മൈക്രോ എക്കണോമിക്സിന്റെ ഫേംസ്, ഹൗസ് ഹോൾഡ്സ്, കൺസ്യൂമേഴ്സ് എക്സെട്ര എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മള് മൈക്രോ എക്കണോമിക്സ് എന്താണ് മക്കളെ പഠിച്ചേക്കുന്നത്? ഒരു ചെറിയത് അല്ലെ, ചെറുത്. മൈക്രോ മീൻസ് സ്മോൾ അല്ലെ, ചെറുതെന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ പറ്റി, ചെറിയ ചെറിയ യൂണിറ്റുകളെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് ഏത്? മൈക്രോ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫേംസ്, കൺസ്യൂമേഴ്സ്, ഹൗസ് ഹോൾഡ്സ് എക്സെട്ര. ഫേംസും ഹൗസ് ഹോൾഡ്സും കൺസ്യൂമേഴ്സ് ഒക്കെ ആയിരിക്കും. ഇനി മാക്രോ എക്കണോമിക്സിലെ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്തായിരിക്കും? GDP, പ്രൈസ് ലെവൽ എക്സെട്ര. GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ, അതൊക്കെ എന്തിൽ വരുന്നതാണ്? മാക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പ്രൈസ് ലെവൽ എന്താണ്? എക്കണോമിയിലെ ഓരോ പ്രൊഡക്റ്റിന്റെയും സർവീസസിന്റെ ഒക്കെ എന്താണ് ആ ഒരു പ്രൈസ് ലെവല് ഇതിൽ വരുന്നു? മാക്രോ എക്കണോമിക്സിന്റെ യൂണിറ്റ് ഓഫ് സ്റ്റഡിയിൽ വരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് മെത്തേഡ്. മൈക്രോ എക്കണോമിക്സ് എന്താണ്? പാർഷ്യൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്ത വരുന്ന മൈക്രോ എക്കണോമിക്സിന്റെ മറ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു വേർഡ്സ് മാത്രം ഓർത്തു വെച്ചാൽ മതി. എന്തൊക്കെയാണ്? പാർഷ്യൽ ഇക്വിലിബ്രിയവും ജനറൽ ഇക്വിലിബ്രിയവും. മൈക്രോ എക്കണോമിക്സിലെ പാർഷ്യൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ അതെന്താണ്? നമ്മുടെ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോ ജനറൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതാണ് സ്കോപ്പ്. അതായത് ഈ രണ്ടിന്റെയും സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മൈക്രോ എക്കണോമിക്സിന്റെ എന്താ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ മൈക്രോ യൂണിറ്റ് അല്ലെ, സിമ്പിൾ, ഒരു സിമ്പിൾ ആയിട്ടുള്ള. മൈക്രോ മീൻസ് സ്മോൾ അല്ലെ, ചെറുത്. ഒരു യൂണിറ്റ്, ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൈക്രോ യൂണിറ്റ് ആണ് എന്ത്? നമ്മുടെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് എന്താണ്? അഗ്രിഗേറ്റ് എക്കണോമി. അഗ്രിഗേറ്റ് മീൻസ് എന്താണ്? ടോട്ടൽ അല്ലെ, മൊത്തത്തില്. നമ്മുടെ മൊത്തം എക്കണോമി എവിടെ വരുന്നുണ്ട്? നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് വ്യൂ പോയിന്റ്. മൈക്രോ എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റ് എന്താണ്? വേംസ് ഐ വ്യൂ. അതായത് ഒരു പ്രാണി അല്ലെ, ഒരു ചെറിയ പ്രാണി അല്ലെങ്കിൽ ഒരു പുഴുവിന്റെ കണ്ണിലൂടെ നമ്മൾ എക്കണോമിനെ എങ്ങനെ കാണും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത്. മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ എന്താവും? ബേർഡ്സ് ഐ വ്യൂ അല്ലെ, ഒരു പക്ഷിയുടെ, ഒരു എന്താണ്, ബേർഡിന്റെ കണ്ണിലൂടെ നമ്മൾ എക്കണോമിനെ എങ്ങനെ കാണും? അപ്പൊ അത് കുറച്ചുകൂടി വലുതായിരിക്കും അല്ലെ, ചെറിയ പ്രാണിയുടെയും വേമിന്റെ ഒക്കെ നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും എന്തിന്റെ? ബേർഡിന്റെ ഐ വ്യൂവിൽ കാണുമ്പോ. അപ്പോ മാക്രോ എക്കണോമിക്സ് എങ്ങനെയാണ്? വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ബേർഡ്സ് ഐ വ്യൂ ആണ്. മൈക്രോ എക്കണോമിക്സ് എന്താണ്? വേംസ് ഐ വ്യൂ ആണ്. ഓക്കെ, ചെറിയൊരു പ്രാണിയുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ ഒരു പുഴുവിന്റെ കണ്ണിലൂടെ നമ്മൾ എങ്ങനെ നമ്മുടെ എക്കണോമിനെ നോക്കി കാണുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് എന്ത്? ഒബ്ജക്റ്റീവ്സ്. ഇതിന്റെ രണ്ടിന്റെയും ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. മൈക്രോ എക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു അനലൈസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്കണോമിക് യൂണിറ്റുകളുടെ എന്താണ്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്കണോമിക് യൂണിറ്റുകളുടെ എന്ത്? ബിഹേവിയർ അല്ലെ, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം വിശകലനം ചെയ്യുകയാണ് നമ്മൾ എവിടെ ചെയ്യുക? മൈക്രോ എക്കണോമിക്സിൽ ചെയ്യുന്നത്. മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ടു അനലൈസ് ദ ബിഹേവിയർ ഓഫ് അഗ്രിഗേറ്റ് എക്കണോമി അല്ലെ. അഗ്രിഗേറ്റ് മീൻസ് ടോട്ടൽ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ടോട്ടൽ ആയിട്ടുള്ള, മൊത്തമായിട്ടുള്ള നമ്മുടെ എക്കണോമിയിലെ ബിഹേവിയർ അല്ലെ. ആ ഒരു എക്കണോമിയിൽ എന്തൊക്കെ ഉണ്ടാവും? എന്റർപ്രൈസസ് ഉണ്ടാവും, ഫേംസ് ഉണ്ടാവും, അതുപോലെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും അല്ലെ. അവരുടെ എല്ലാവരുടെയും ബിഹേവിയർ നോക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അനലൈസ് ചെയ്യാണ് എവിടെ വരുന്നത്? മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. അടുത്തതാണ് എന്ത്? ഇതിന്റെ രണ്ടിന്റെയും എക്സാമ്പിൾസ്. മൈക്രോ എക്കണോമിക്സിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ? ഇൻഡിവിജ്വൽ ഡിമാൻഡും അതുപോലെ തന്നെ എന്താണ്? ഇൻഡിവിജ്വൽ ഇൻകവും അല്ലെ. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻകം. ഇപ്പൊ ഒരാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അയാളുടെ സാലറി, അതാണ് എന്ത്? ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാക്രോ എക്കണോമിക്സിന്റെ എക്സാമ്പിൾ നോക്കുക. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് നാഷണൽ ഇൻകം. അപ്പൊ ഇൻഡിവിജ്വൽ ഡിമാൻഡ് നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ആണെന്ന് പറഞ്ഞു. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തായിരിക്കും? ഒരു എക്കണോമിയുടെ മൊത്തത്തിലുള്ളതായിരിക്കും. ഓക്കെ, ഒരു ടോട്ടൽ എക്കണോമിയുടെ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള എക്കണോമിയുടെ ആ ഒരു സാധനത്തോടുള്ള ഒരു ഡിമാൻഡിനെയാണ് എന്ത് പറയുക? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഇൻകവും. ഓക്കെ, നാഷണൽ ഇൻകത്തെ പറ്റി മാക്രോ എക്കണോമിക്സിൽ നമുക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത്? മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള എന്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ.
draw a PPC and point out the fuller utilization, underutilization and growth of resources. അപ്പോൾ PPC എങ്ങനെ വരയ്ക്കാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. PPC വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, PPC വരയ്ക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനിയാണ് എന്ത്, ഇതിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. ഇതില് നമ്മൾ 3 പോയിന്റ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, 3 പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നോക്കിയേ, ഒന്നാമത്തെ പോയിന്റ് ആണ് ഏത്, ഈ സി എന്ന് പറയുന്നത്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതുപോലെ നമ്മുടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും എന്താണ്, ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഒരു PPC വരച്ചു, ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചു. ഇതാണ് നമ്മുടെ ആക്ച്വൽ PPC. അതായത് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് എ point of locus point of combination of two goods which an economy can produce with available resources and given level of technology. അല്ലെ, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും given level of technology ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഗുഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് PPC എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ 2 ഗുഡ്സ് ആയിരിക്കും, ഒരെണ്ണം X ആക്സിസിലും ഒരെണ്ണം Y ആക്സിസിലും വരും. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്നതാണ് PPC. ഇതാണ് നമ്മുടെ ആക്ച്വൽ PPC. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുള്ളർ യൂട്ടിലൈസേഷൻ ആണ്. എക്കണോമിയിലെ മൊത്തം സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മൊത്തം റിസോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോഴോ ഇത്രയും നമ്മൾ ഫുള്ളർ യൂട്ടിലൈസേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ എന്തായാലും അത് എന്തായിരിക്കും, അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. എക്കണോമിയിലെ സാധനങ്ങൾ മൊത്തം എന്ത് ചെയ്യുന്നില്ല, ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അടുത്തതാണ് എന്ത്, ഡി എന്ന് പറയുന്ന പോയിന്റ്. ഡി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഈ ഒരു ഫുള്ളർ യൂട്ടിലൈസേഷനേക്കാളും മുകളിലാണ് അല്ലെ, മുകളിലാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എക്കണോമിയിലെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്ച്വൽ PPC വരയ്ക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു PPC വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, അതിന് മുകളിലേക്ക് ഒരു ഷിഫ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, നമുക്ക് എക്സ്ട്രാ റിസോഴ്സസ് വേണം അല്ലെ. എക്സ്ട്രാ നമുക്ക് എന്ത് വേണം, പുതിയ റിസോഴ്സസ് വേണം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമിന് എങ്ങനെ ചോദിക്കാം, ഇതേപോലെ ഒരു PPC തന്നിട്ട് പോയിന്റ്സ് തന്നിട്ട് അത് എന്താണെന്ന് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്സ് മാത്രം തന്നിട്ട് ഫുള്ളർ യൂട്ടിലൈസേഷനും അണ്ടർ യൂട്ടിലൈസേഷനും എന്താണെന്ന് PPC വരച്ചിട്ട് അടയാളപ്പെടുത്താനും എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ question, which are the rewards of factors of production. Factors of production ന്റെ rewards എന്തൊക്കെയാണ്, നമ്മൾ പഠിച്ചു. എന്താണ് factors of production, നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൊടുക്കുന്ന ഇൻപുട്ടുകൾ അല്ലെ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകളെയാണ് എന്ത് പറയുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ. ഓക്കെ, ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ ആണ് എന്ത്, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി അതിന് നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാൻഡിന് നമുക്ക് എന്ത് കിട്ടും, റെന്റ് കിട്ടും. അതായത് നമ്മളിപ്പോ നമ്മുടെ കൈവശമുള്ള ഒരു ലാൻഡ് ഒരാൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ കയ്യിലുള്ള ലാൻഡ് കൃഷി ചെയ്യാനായിട്ട് ഒരാൾക്ക് കൊടുത്തു. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൃഷി ചെയ്തിട്ട് അതിലൊരു പങ്കോ അല്ലെങ്കിൽ ഓരോ മാസവും ഇത്ര രൂപയോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അതിന്റെ റിവാർഡ് ആയിട്ട് തരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലേബർ. ലേബർ എന്ന് വെച്ചാൽ എന്താണ്, തൊഴിലാളികൾ അല്ലെ. ലേബറിന് എന്ത് കിട്ടും, വേജസ് കിട്ടും. നമ്മളിപ്പോ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ നമുക്ക് എന്ത് കിട്ടും, വേജസ് കിട്ടും, കൂലി കിട്ടും അല്ലെ, സാലറി കിട്ടും. അതുപോലെ ഓർഗനൈസേഷൻ എന്ത്, പ്രോഫിറ്റ് കിട്ടും. ഓർഗനൈസേഷന് അതിന്റെ ആക്ടിവിറ്റീസിലൂടെ എന്ത് കിട്ടും, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാപിറ്റലിന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ക്യാപിറ്റലിന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയാണ് എന്ത്, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റിവാർഡ്സ് വരിക. ഇത് 3 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. 2 മാർക്കിനും ചോദിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ പോലെ ചോദിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് 5 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ആൻസേഴ്സ് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും ഈ ഒരു 5 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.